ശ്രീലക്ഷ്മി എന്ന പേര് എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ്റെ പരാമർശങ്ങളിൽ പോലും ഉൾപ്പെട്ടില്ല എന്ന കാര്യം കൂടിയുണ്ട്. കാരണം ഫോൺ രേഖകൾ, ഈ ഫോണിൻ രേഖകൾ പരിശോധിക്കുക, ഫോറൻസിക് ലാബിൽ നിന്നും കൃത്യമായി ഈ ഓരോ കോളുകളും വന്നു പോകുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അവിടെയാണ് ശ്രീലക്ഷ്മി അയച്ച മെസ്സേജുകളടക്കം കോടതിക്ക് മുന്നിലേക്ക് എത്തിയത്. പക്ഷേ എന്തുകൊണ്ട് അവരുടെ മൊഴി പോലും എടുത്തില്ല എന്ന ചോദ്യമാണ് അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നത്. എന്താണ് ഈ സാഹചര്യം? നമുക്ക് വിശദമായി പരിശോധിക്കാം. നമുക്ക് കൊച്ചിയിലേക്ക് പോകുമ്പോൾ ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ വിഷയത്തിൽ കോടതിയുടെ വിധിയുടെ 1700-ലധികം പേജുകളുള്ള വിധിയുടെ വിശദാംശങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു അധ്യായത്തിലാണ് ഈ ശ്രീലക്ഷ്മിയെക്കുറിച്ച് പറയുന്നത്. ഇതുവരെ നമ്മളാരും ഈ നടിയാക്രമണ കേസുമായി ബന്ധപ്പെട്ട് കേൾക്കാത്ത പേരാണ് ശ്രീലക്ഷ്മി. ആരാണ് ശ്രീലക്ഷ്മി എന്ന ചോദ്യം കോടതി തന്നെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ശ്രീലക്ഷ്മിയെക്കുറിച്ച് പ്രോസിക്യൂഷൻ പരാമർശിക്കാതെ പോയത്? എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ ഇത് വിട്ടു പറഞ്ഞു? കൃത്യമായൊരു മറുപടി കൊടുക്കാൻ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ കഴിഞ്ഞിരുന്നോ? ആജ്ഞ. സജിത്ത്, പ്രധാനമായും പ്രോസിക്യൂഷനെതിരെ SITക്കെതിരെ കോടതി ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം അതായിരുന്നു, എന്തുകൊണ്ടാണ് ശ്രീലക്ഷ്മിയെ ഈ വിറ്റ്നസ്സായി ചേർക്കാതിരുന്നത് എന്ന് തന്നെയായിരുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിസ്താരവേളയിലും ശ്രീലക്ഷ്മിയെ ചേർത്തിരുന്നില്ല. അതേസമയം SIT ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ കേസ് ഡയറി പരിശോധിക്കുമ്പോൾ SIT ആദ്യഘട്ടത്തിൽ ശ്രീലക്ഷ്മിയെ ഇതുമായി ബന്ധപ്പെട്ട് സാക്ഷി ചേർത്തിരുന്നു, അവരുടെ മൊഴിയെടുത്തിരുന്നു എന്നുള്ള സാഹചര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അത് കോടതിയിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് ശ്രീലക്ഷ്മി ഇല്ലാതായത്? ശ്രീലക്ഷ്മിയെ ഒരു ഘട്ടത്തിലും കോടതി വിസ്തരിച്ചിരുന്നില്ല. ശ്രീലക്ഷ്മി ഒരു ഘട്ടത്തിലും കോടതിയിൽ സാക്ഷി പറയാനെത്തിയില്ല. അതേസമയം ഈ സംഭവം നടക്കുന്ന 2017 ഫെബ്രുവരി 17 ആ ദിവസം ശ്രീലക്ഷ്മി പൾസ് സുനിയെ നിരന്തരം വിളിച്ചിരുന്നതായി വ്യക്തമാകുന്നുണ്ട്. ഈ സംഭവം നടക്കുന്നതിന് മുൻപ് തന്നെ, അതായത് രാത്രി ഒരു 10:30 10:22 ശേഷമാണ് മെമ്മറി കാർഡിൽ അതിന് ഈ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തതായി കാണപ്പെടുന്നത്. നടിയെ ആക്രമിച്ചുള്ള ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തതായി കാണപ്പെടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അരമണിക്കൂർ മുൻപ്, അതായത് 9:39 വരെ ശ്രീലക്ഷ്മിയുടെ മെസ്സേജ് ഈ പൾസർ സുനിക്ക് വന്നതായി കാണപ്പെടുന്നുണ്ട്. അതേസമയം പൾസർ സുനി അന്ന് തന്നെ 7 തവണയോളം ശ്രീലക്ഷ്മി വിളിച്ചിരുന്നതായി പറയുന്നുണ്ട്. അതിൽ 6 തവണയോളം വിളിച്ചിരുന്നതായി പറയുന്നുണ്ട്. 7 തവണയോളം ശ്രീലക്ഷ്മിയുടെ മെസ്സേജ് ഈ സംഭവത്തിന് മുൻപേ പൾസർ സുനി റിസീവ് ചെയ്തതായി കാണുന്നുണ്ട്. ഇത്രയും അധികം ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അത് ഈ സംഭവം നടക്കുന്ന ദിവസവും, അതല്ലെങ്കിൽ സംഭവത്തിന് ഇവർ പുറപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ പോലും ശ്രീലക്ഷ്മിയുമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു പൾസർ സുനിക്ക് എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വന്നിട്ടുള്ളത്. പക്ഷേ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ആൾ ആരാണോ, അവരെ പറ്റിയുള്ള വിവരങ്ങൾ എന്താണ്, അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് SITയോട് വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ കോടതി വിമർശിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഒരു പക്ഷേ ദിലീപും പൾസർ സുനിയും തമ്മിലുണ്ടായിരുന്ന ബന്ധം വെളിപ്പെടുത്താൻ ശ്രീലക്ഷ്മിക്ക് കഴിയുമായിരുന്നു. അതല്ലെങ്കിൽ ഇവർ തമ്മിലാണോ ഗൂഢാലോചന നടത്തിയിരുന്നത് എന്നുള്ള കാര്യം ശ്രീലക്ഷ്മിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിരുന്നേനെ എന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാലും പ്രോസിക്യൂഷനെതിരെ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് കോടതി ആദ്യഘട്ടം മുതൽ പറയുന്ന ഒരു കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണ് ഈ ഒരു വിധിന്യായത്തിൽ നമുക്ക് നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് വിധി പകർപ്പിൽ കൃത്യമായി ശ്രീലക്ഷ്മി ആരായിരുന്നു, അല്ലെങ്കിൽ ശ്രീലക്ഷ്മിയെ എന്താണ് വിസ്തരിക്കാതിരുന്നത്, അല്ലെങ്കിൽ വിസ്തരിക്കാൻ കോടതിയിൽ ഹാജരാക്കാതിരുന്നത്, SIT എന്തുകൊണ്ടാണ് ശ്രീലക്ഷ്മിയെ കസ്റ്റഡിയിൽ എടുക്കാതിരുന്നത്, ശ്രീലക്ഷ്മിയുടെ തന്നെ കോൾ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ പൾസർ സുനിയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ശ്രീലക്ഷ്മിയുടെ കോൾ ഡീറ്റെയിൽസും മെസ്സേജ് ഒക്കെ ഡീറ്റെയിൽസ് കിട്ടിയതാണ്. അത് കൊണ്ട് തന്നെ കേസിലെ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയാകുന്ന ആളെ ഇതിൽ വിസ്തരിച്ചില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിമർശനവും കോടതിയുടെ ഭാഗത്തു നിന്നും പ്രോസിക്യൂഷന്റെ നേരെയും SITയുടെ നേരെയും ഉയരുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പ്രധാനപ്പെട്ട ഇതിലെ കേസിലെ 8ാം പ്രതിയായ ദിലീപിനെതിരെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന കുറ്റം ചുമത്താൻ പോകുന്ന തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് കോടതി പ്രോസിക്യൂഷൻ നേരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ദിലീപിനെ കുറ്റവിമുക്തനാക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഇയാൾക്കെതിരെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ്. ആ ഒരു സാഹചര്യം കൂടിയാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ ചോദ്യം ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ്. അതായത് ദിലീപിനെ കുറ്റമുക്തനാക്കാൻ പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി വിധിന്യായത്തിൽ ജഡ്ജ് അക്കമിട്ട് പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സൂചിപ്പിച്ച ശ്രീലക്ഷ്മിയുമായിട്ടുണ്ടായിരുന്ന കോൺവെർസേഷന്റെ ബാക്കി ആഫ്റ്റർ എഫക്ട് എന്തായി എന്നുള്ള കാര്യം കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അതേസമയം
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നടിയെ കോടതി അവിശ്വസിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി വിധിന്യായത്തിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും നടി ദിലീപ് തന്നെ ഭീഷണിപ്പെടുത്തി എന്ന് നടി ആരോപിക്കുന്നു. ഈ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നതിൽ കൃത്യമായ തെളിവുകൾ രേഖപ്പെടുത്താൻ കോടതിക്ക് മുൻപാകെ തെളിവുകൾ രേഖപ്പെടുത്താൻ നടിക്ക് കഴിഞ്ഞില്ല എന്നാണ് ജഡ്ജി പറയുന്നത്. എങ്ങനെയാണ്? അതുമാത്രമല്ല, ദിലീപും ഈ കാവ്യമാധവനും തമ്മിലുണ്ടായിരുന്ന ബന്ധം അത് മഞ്ജു വാര്യരെ അറിയിച്ചത് നടിയാണ്. ഈ നടി തന്നെ ആ കാവ്യമാധവനുമായുള്ള ബന്ധം തിരുത്തി പറയണം, മഞ്ജു വാര്യരോട് തിരുത്തി പറയണമെന്നാണ് ദിലീപ് ആവശ്യപ്പെട്ടത്. അത് പറ്റില്ല എന്ന് നടി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ദിലീപ് തന്നെ നമുക്ക് ശ്രീലക്ഷ്മി ആരെ എന്ന ചോദ്യത്തിന് തന്നെയാണ് ആദ്യം ഉത്തരം തേടേണ്ടത്. ഇതിൽ എവിടെയാണ് പിഴവ് പറ്റിയെന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്. കാരണം സംസ്ഥാനത്ത് ഇത്ര പ്രമാദമായ ഒരു കേസിൽ പ്രോസിക്യൂഷന് പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതല്ലെങ്കിൽ ബോധപൂർവമായ ഇക്കാര്യത്തിൽ ചില പരാമർശങ്ങൾ ഉണ്ടായതാണോ എന്ന കാര്യം കൂടി നോക്കാം. ആജ്ഞ തുടരുക. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, കോടതിയുടെ ഈ നിരീക്ഷണത്തിലും കണ്ടെത്തലും വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് ശ്രീലക്ഷ്മിയെക്കുറിച്ച് അന്വേഷിച്ചില്ല എന്ന ചോദ്യത്തിന് കോടതി ചില കൃത്യമായ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ഉദാഹരണമായി നമുക്ക് നോക്കാം. അതായത് ഈ സംഭവം ഉണ്ടാകുന്ന ഫെബ്രുവരി 17, 2017 ഫെബ്രുവരി 17 3:44 സുനിയിലെ ഫോണിലേക്ക് ശ്രീലക്ഷ്മിയുടെ നമ്പറിൽ നിന്നും ഒരു ഫോൺ കോൾ എത്തുകയാണ്. അതിനുശേഷം സംഭവിക്കുന്നത്, ഈ ഫോൺ കോൾ പിന്നെയും 6:22 PM വീണ്ടും ഫോൺ കോളുകൾ വരുന്നു. പിന്നീട് 7:59 രാത്രി 7:59 മറ്റൊരു ഫോൺ കോൾ വരുന്നു. തുടർന്ന് 9:03 ഇതിനിടയിലുമായി 7 മെസ്സേജുകളാണ് ശ്രീലക്ഷ്മിയുടെ നമ്പറിൽ നിന്നും സുനിയുടെ ഫോണിലേക്ക് വരുന്നത്. 9:56 മറ്റൊരു ഫോൺ കോൾ വരുന്നു. കൃത്യമായി തന്നെ ലാബ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ അപകടം, ഈ ആക്രമിച്ച ശേഷം ദൃശ്യങ്ങൾ പകർത്തിയ സമയം. അതിന് തൊട്ട് മുൻപായി സുനിയുടെ ഫോണിലേക്ക് ശ്രീലക്ഷ്മിയുടെ നമ്പറിൽ നിന്നും മെസ്സേജും ഫോൺ കോളുകളും വന്നിരുന്നു എന്നതാണ്. കോടതി സംശയം പ്രകടിപ്പിക്കുന്നത് 6 ഫോൺ കോളുകളും 7 മെസ്സേജുകളുമാണ്. എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധമെന്ന കാര്യമാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി കോടതിയുടെ നിരീക്ഷണത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതായത് ഈ കൃത്യം നടന്നതിന് ശേഷം പൾസർ സുനി ഒളിവിൽ പോകുന്നു. പൾസർ സുനി ഒളിവിൽ പോയതിന് ശേഷവും ശ്രീലക്ഷ്മിയുടെ നമ്പറിൽ നിന്നും ഫോൺ കോളുകൾ ഉണ്ടായിട്ടുണ്ട്. സുനി അറസ്റ്റിലായതിനു ശേഷവും ഫോൺ കോൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഫെബ്രുവരി 23 ഈ ഫോൺ കോൾ വിളികളും നീക്കങ്ങളും മെസ്സേജുകളും ഉണ്ടായി എന്ന കാര്യം കൂടി കണ്ടെത്തുന്നു. അപ്പോൾ പൾസർ സുനിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീലക്ഷ്മി. സ്വാഭാവികമായും അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നതാണ്. നമുക്ക് വ്യക്തമാവേണ്ട ഒരു കാര്യം, ഇതിൽ പ്രോസിക്യൂഷന് ശ്രീലക്ഷ്മിയുടെ ഐഡന്റിറ്റി പുറത്തു പോകുന്നതിൽ ചില തടസ്സങ്ങൾ ഉണ്ടാവാം. പൾസറുമായി മറ്റു ചില ബന്ധങ്ങളോ എന്തുമാവട്ടെ. പക്ഷേ ഈ കേസുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ അവരുടെ മൊഴിയെടുക്കുക അടക്കമുള്ള പരിശോധനകൾ സ്വാഭാവികമായും നടത്തേണ്ടതായിരുന്നല്ലോ. അത് ഏത് കേസിലും സംഭവിക്കുന്നതാണ്. എല്ലാ സംശയങ്ങളും പരിശോധിച്ചാണല്ലോ അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിച്ച് കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ മൊഴിയെടുക്കൽ പോലും ഉണ്ടായില്ല, അത്തരം പരിശോധന ഉണ്ടായില്ല എന്ന കാര്യത്തിൽ ഇത്ര അധികം ഫോൺ കോളുകൾ ഉണ്ടായിട്ടും ഒരു വ്യക്തമായ മറുപടി നൽകാൻ പ്രോസിക്യൂഷന് കോടതി കഴിഞ്ഞിരുന്നു? ഇല്ല എന്നാണ് സജിത്ത് അതെന്ന് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ചും കോടതി ഇത്തരത്തിൽ ഏത് സാഹചര്യത്തിലാണ് ശ്രീലക്ഷ്മിയെ സാക്ഷിവിസ്താരം നടത്താതിരുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ഘട്ടത്തിലും ദിലീപും പൾസസുനിയുമായി ഗൂഢാലോചന നടത്തിയോ അതല്ലെങ്കിൽ ദിലീപും പൾസസുനിയുമായി ഇത്തരത്തിലുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത തരാൻ കഴിയുന്ന ഒരാളായിരുന്നു ശ്രീലക്ഷ്മി എന്നാണ് കോടതിയുടെ ഒരു വിലയിരുത്തൽ. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ശ്രീലക്ഷ്മിയെ ഇത് ചെയ്യാതിരുന്നത്, വിസ്തരിക്കാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് തന്നെയാണ് കോടതി ചോദിക്കുന്നത്.